ബൈബിളിൻ്റെ ഭാഷയിൽ കുഷ്ഠമെന്ന് പറഞ്ഞാൽ ഈ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് പല വചനങ്ങളെ, സംഭവങ്ങൾ, ആചാരങ്ങളൊക്കെ പഴയ നിയമത്തിൽ കാണാൻ പറ്റും. പുതിയ നിയമത്തിലും കുഷ്ഠരോഗികളെ സുഖപ്പെടുന്ന രംഗം കാണാൻ പറ്റും. ശരിക്കും അതിനൊരു ആത്മീയമായ വ്യാഖ്യാനമുണ്ട്. വെറും ഒരു തൊലിപ്പുറത്തെ രോഗമെന്നതിനേക്കാൾ ഉപരി ഒരു ആത്മീയമായ വ്യാഖ്യാനം ഈ കുഷ്ഠരോഗത്തിന് ദൈവവചനം കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം ഇതാണ്. കുഷ്ഠരോഗത്തിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം അത് ആത്മാവിലുള്ളൊരു പാപത്തിൻ്റെ അവസ്ഥയാണ്. കുഷ്ഠരോഗത്തിന് ആത്മീയമായ വ്യാഖ്യാനമുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം അതൊരു പാപത്തിൻ്റെ അവസ്ഥയാണ്, ആത്മാവിലുള്ള പാപത്തിൻ്റെ അവസ്ഥ. രണ്ടാമത്തെ വ്യാഖ്യാനം പാപം മനസ്സിൽ ആത്മാവിൽ ദീർഘിപ്പിച്ചത് മൂലം ആത്മാവിന് വരുന്നൊരു മരവിപ്പാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. പാപം അത് അനുഭവിക്കാതെ കുമ്പസാരക്കുള്ള ഏറ്റു പറഞ്ഞ് പാപമോചനം നേടാതെ അത് കാലതാമസം വരുത്തിയത് മൂലം ഈ പാപം ഉള്ളിൽ ഇങ്ങനെ കുറേ നാൾ കൊണ്ടു നടന്നപ്പോൾ അത് ആത്മാവിൻ്റെ മരവിപ്പായിട്ട് മാറി. ഒരു ദൈവികമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു ദൈവവചനം കേട്ട് അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സ് മരവിച്ചു, ആത്മാവ് കട്ടിയായിട്ട് പോയി. ഈ ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരു സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇതിന് കൊടുക്കുന്ന ഒരു ആത്മീയ വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഈ കുഷ്ഠരോഗമെന്ന് ബൈബിളിൽ കണ്ടാൽ നമ്മൾ ഉടനെ ചിന്തിച്ചേക്കണം, അത് ഒന്നാമത്തെ വ്യാഖ്യാനം അത് ആത്മാവിലുള്ള അഹങ്കാരമാണ്. ആത്മാവിലുള്ള അഹങ്കാരം അങ്ങനെ പറയാൻ കാരണം കുഷ്ഠരോഗം ഒരുവനെ അകറ്റി സമൂഹത്തിന് അകറ്റി നിർത്തും. അവന് പിന്നെ സമൂഹത്തിൽ പ്രത്യക്ഷമാകാൻ പറ്റില്ല, അവന് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഈ കുഷ്ഠരോഗം ദേവാലയത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് മനുഷ്യൻ അകറ്റും. അഹങ്കാരം ഇതുപോലെ തന്നെയാണ്. അഹങ്കാരം ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്ന് നമ്മെ അകറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 10:12 വചനങ്ങൾ പറയണത്, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഒരുമിച്ച് പറയാം, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. അഹങ്കാരം ഉള്ളിൽ കയറിയോ അപ്പോൾ ദൈവത്തിന് അകന്നു പോകും, അവൾ ദൈവത്തിന് അകന്നു പോകും. ദൈവത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യനിൽ നിന്ന് അകലാൻ തുടങ്ങും. ജീവിത പങ്കാളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന സഭാപിതാവ് ഇങ്ങനെ വ്യാഖ്യാനിക്കും, കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ മരവിപ്പാണ്. രണ്ടാമത്തെ അത് ഹൃദയത്തിലെ അഹങ്കാരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ കുഷ്ഠരോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു കുഷ്ഠരോഗി നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ മിരിയാം എന്നു പേരായ കഥാപാത്രത്തെ കാണാൻ പറ്റും. മിരിയാം എന്താ ചെയ്തത്? അവള് മോശക്കെതിരെ പിറുപിറുത്തു. ദൈവത്തിന്റെ ക്രോധം മണ്ണിലേക്ക് ഇറങ്ങി. ഈ മിരിയാമിന് കൊടുത്ത ശിക്ഷ ഇതാണ്, അവൾ കുഷ്ഠരോഗിയായി തീർന്നു. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത നിയോഗിച്ച മോശക്കെതിരെ പിറുപിറുത്തപ്പോൾ, ദൈവിക സംവിധാനങ്ങൾക്കെതിരെ മറുതലിച്ചപ്പോൾ ദൈവം കൊടുത്തൊരു ശിക്ഷയാണ്, അവൾ കുഷ്ഠരോഗിയായി തീർന്നു. പിന്നീട് അവൾ അനുദപിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടി അഹരോൻ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അപ്പോൾ 7 ദിവസത്തെ കുഷ്ഠരോഗം കഴിയുമ്പോൾ 7-ാമത്തെ ദിവസം അവൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. രണ്ടാമത്തെ ഒരു കുഷ്ഠരോഗിയെ നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ സിറിയാക്കാരനായ നാമാനെ കാണാൻ പറ്റും. സിറിയാക്കാരനായി നാമാൻ, സിറിയ രാജാവിൻ്റെ സൈന്യാധിപനാണ് ഈ നാമാൻ. സൈന്യാധിപനാണ്, നല്ല പൊസിഷൻ, നല്ല സ്ഥാനമാനങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു രഹസ്യമായ രോഗമുണ്ട്, അവന് കുഷ്ഠരോഗമുണ്ട്. അവനറിയും ഇസ്രായേലിൽ എലീഷ എന്ന പേരായ പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ അടുത്ത് ചെന്നാൽ സുഖപ്പെടും, സൗഖ്യം തരും. ആ പ്രവാചകന്റെ അടുത്തേക്ക്, സിറിയൻ രാജാവിൻ്റെ എഴുത്തുമായിട്ട് എലീഷയുടെ അടുത്തേക്ക് ഇനി നാമാൻ കടന്നു വരും. ആ നാമാൻ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ക്ലാസ്സിന് അവസാനം നാമാനെ പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ കാണും. ആ രണ്ടാമത്തെ വ്യക്തിയാണ് ഈ കുഷ്ഠരോഗിയായി നാമാനെ പറ്റി സുവിശേഷ ഇങ്ങനെ പറയുന്നുണ്ട്. അത് എലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു. പക്ഷേ അന്ന് കുഷ്ഠരോഗിയായി നാമാൻ മാത്രം, സിറിയക്കാരനായി നാമാൻ മാത്രം സുഖപ്പെട്ടു എന്ന് കർത്താവ് ഈ വ്യക്തിയെ പറ്റി പിന്നീട് പരാമർശിക്കുന്നുണ്ട്. നമ്മളതിനെപ്പറ്റി പിന്നീട് വിശദമായിട്ട് നമ്മൾ കാണും. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുഷ്ഠരോഗി. ഈ നാമാൻ സുഖപ്പെട്ടപ്പോൾ എലീഷ പ്രവാചകൻ കുറെ സമ്മാനങ്ങൾ, കുറെ ആഭരണങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ നാമാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എലീഷ പ്രവാചകൻ പറയും, എനിക്കൊരു സമ്മാനവും വേണ്ട, ഒരു പ്രതിഫലവും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞയക്കും. ഈ എലീഷയുടെ കൂടെ ഗഹസി എന്ന പേരായ മനുഷ്യനുണ്ട്. ഈ ഗഹസി ഇത് കണ്ട് ആകെ ഒരു സങ്കടം തോന്നും. എന്നാൽ ഒരു സമ്മാനം സ്വീകരിച്ചില്ലല്ലോ, എന്തും തരാമെന്ന് പറഞ്ഞാൽ ഒരു സമ്മാനം സ്വീകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാമാൻ എലീഷ അടുത്ത് പോയപ്പോൾ പിന്നാലെ ഈ ഗഹസി ഓടിച്ചെന്ന് പറഞ്ഞു, പ്രവാചകന് കുറച്ച്
കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഒന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വേണ്ടെന്ന് വെച്ച ഉപേക്ഷിച്ച സമ്മാനങ്ങൾ ഈ ഗഹസി പിന്നാലെ പോയി അത് വാങ്ങിക്കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലിറങ്ങി. അവൻ കുഷ്ഠരോഗിയായിട്ട് മാറി. നാമാന്റെ സുഖപ്പെട്ട കുഷ്ഠം അത് ഈ ഗഹസിയുടെ മേൽ കയറി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പിന്നെ പ്രധാനമായി 3 കഥാപാത്രങ്ങളാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുക. ഈ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ ഈ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ ആചാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ കുഷ്ഠരോഗം ഒരു വ്യക്തിക്ക് പിടിപെട്ടാൽ പുരോഹിതനടുത്തേക്കാണ് കൊണ്ടു ചെല്ലേണ്ടത്. പുരോഹിതൻ അത് പരിശോധിച്ച് കുഷ്ഠമാണോ അല്ലേന്ന് അത് പരിശോധിക്കണം. അത് സുഖപ്പെട്ടാലും ആദ്യം ചെല്ലേണ്ടത് ഈ പുരോഹിതനടുത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഈ രോഗം അതൊരു വൈദ്യനുമായി ബന്ധപ്പെട്ടതല്ലേ? പിന്നെ എന്താണ് ഈ പുരോഹിതനടുത്തേക്ക് പോണത്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കുഷ്ഠരോഗം അത് ശരീരത്തിൻ്റെ രോഗത്തെ പറ്റി മാത്രമല്ല പറയണത്. അതിൻ്റെ പുറകിൽ ആത്മീയമായ കാരണങ്ങളുണ്ട്, ഒരു ആത്മീയമായ കാരണമുണ്ട്. അതുകൊണ്ടാണ് ഈ പുരോഹിതനടുത്തേക്ക് പോകാനായിട്ട് വചനം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. എന്നാണ് ഇതിൻ്റെ ആത്മീയമായ വ്യാഖ്യാനം. ഒന്നാമത്തെ വ്യാഖ്യാനം, ഈ കുഷ്ഠരോഗം ആരംഭിക്കും ഒരു ചെറിയ ഭാഗത്തായിരിക്കും, പിന്നീട് കാലക്രമത്തിൽ ശരീരം മുഴുവൻ വ്യാപിക്കും, അത് ശരീരം മുഴുവൻ പടർന്നു പിടിക്കും. ഇതുപോലെയാണ് പാപത്തിന്റെ സ്വഭാവം. അത് ഒരുവന്റെ ഉള്ളിൽ ആരംഭിക്കും. അത് ചെറിയ പാപമായിരിക്കും. പക്ഷേ നമ്മളെ ചെറിയ പാപത്തെ തങ്ങി നിൽക്കാൻ അനുവദിച്ച് മനഃപൂർവ്വം അതിനെ താലോലിച്ച് അതിനുമേൽ അടയിരുന്ന് അത് വലിയ പാപമായിട്ട് മാറും. അത് ഒരുവന്റെ ആത്മീയ ജീവിതത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന വലിയ പാപമായിട്ട് ആ പാപം മാറും. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് പറയണത്, ചെറിയ പാപങ്ങളെ പോലെ അവഗണിച്ചേക്കുന്നത്, നിസാരമായ പാപങ്ങളെ പോലെ അവഗണിച്ചേക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 19-1 വാക്യം, ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കുന്നു. ഒരുമിച്ച് പറയാവൂ, ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവർ അല്പാൽപമായി നശിക്കുന്നു. കർത്താവ് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ 12ാമൻ യൂദാസ്, അവൻ്റെ ഉള്ളിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു പാപം ഉണ്ടായിരുന്നു, ധനമോഹം. പക്ഷെ ആ ധനമോഹത്തെ അത്ര വലിയ പാപമായിട്ടൊന്നും അവനെ കണ്ടിരിക്കാൻ വഴിയില്ല. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ധനമോഹം വളർന്ന് ഈശോയെ ഒറ്റിക്കൊടുക്കത്തക്കവത് വലിയ പാപമായിട്ട് മാറി. ആ പാപം പിന്നീട് അവൻ ആത്മഹത്യയിലേക്ക് പോലും നയിക്കുകയുണ്ടായി. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-6 പറയണത്, ധനമോഹമാണ് എല്ലാ തിന്മകളും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ അനേകം പേര് നഷ്ടപ്പെട്ടു പോകാനും ഒത്തിരിയേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. ചെറിയ പാപം അവഗണിക്കപ്പെട്ടു കിടന്നൊരു പാപം, അതെങ്ങനെ യൂദാസിന്റെ അപ്പസ്തോല സ്ഥാനം പോലും തട്ടിത്തെറിപ്പിച്ച് അവൻ ആത്മാവിനെ പോലും നരകത്തിനിരയാക്കി എന്നൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 21-2 ഇങ്ങനെ പറയും. പ്രഭാഷകൻ 21-2, സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ, അടുത്ത് ചെന്നാൽ അത് കടിക്കും. ഒരുമിച്ച് പറഞ്ഞേ, സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ, അടുത്ത് ചെന്നാൽ അത് കടിക്കും. കുഷ്ഠരോഗം പോലെ പാപം ചെറുതായിട്ട് ആരംഭിക്കും, പക്ഷേ നമ്മൾ അനുദപിക്കാൻ കൂട്ടാക്കാതെ, ആ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ കൂട്ടാക്കാതെ, നമ്മൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കാൻ കൂട്ടാക്കാതെ നമ്മൾ അതിൻ്റെ മേൽ തങ്ങാൻ അനുവദിക്കുകയും പിന്നീട് ആ പാപം വലിയ പാപങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. കർത്താവ് പറഞ്ഞ ഒരു പഠനമുണ്ടല്ലോ, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് ആശ്വാസം തേടി പല സ്ഥലങ്ങളിലേക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കും. പക്ഷെ ഒരു സ്ഥലം കണ്ടെത്താതെ വരും, അതിങ്ങനെ പറയും, ഞാൻ ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അത് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കാണും. അപ്പോൾ തന്നെക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വാസമുറപ്പിക്കും. ഒരു തിന്മ അത് മറ്റു തിന്മകളെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പാപം ഉണ്ടെങ്കിൽ ആ പാപത്തെ തങ്ങി നിൽക്കാൻ അനുവദിക്കുന്ന, അത് വെറുപ്പാകട്ടെ, വിദ്വേഷമായിക്കൊള്ളട്ടെ, അശുദ്ധിയായിക്കൊള്ളട്ടെ, അഹങ്കാരമായിക്കൊള്ളട്ടെ, ചില ദുശീലങ്ങളായിക്കോട്ടെ, തഴക്കദോഷങ്ങളായിക്കൊള്ളട്ടെ, ചില പാപങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് തങ്ങി നിൽക്കാൻ അനുവദിക്കുമെങ്കിൽ ആ പാപത്തിന് അരൂപി മറ്റു പാപങ്ങളെ പോലും വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിട്ട് തീരും.
കുഷ്ഠരോഗം പോലെയായി തീരും. ചെറുതായി ആരംഭിച്ചു, നമ്മളൊന്നും ചെയ്തില്ല, അത് മാറ്റാൻ ഒന്നും ചെയ്തില്ല, അത് തങ്ങി നിൽക്കാൻ അനുവദിച്ചു, അതിന് ശരീരം മുഴുവൻ ആത്മാവ് മുഴുവൻ പടർന്നു പിടിക്കുന്ന പാപമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കുഷ്ഠരോഗത്തിന് മറ്റൊരു അവസ്ഥയാണ് വേദനയില്ലായ്മ, ഇൻസെൻസിറ്റിവിറ്റി എന്ന് പറയും. അത് നാഡീവ്യൂഹങ്ങളെ ബാധിക്കും. പിന്നെ ചൂടോ തണുപ്പോ പിന്നെ വേദനയോ ഒന്നും ഇങ്ങനെ കുഷ്ഠരോഗിക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അടർന്നു പോകുന്നത് പോലും ചിലപ്പോൾ ഈ കുഷ്ഠരോഗിക്ക് അറിയാൻ പറ്റണതില്ല. ഈ ഒരു അവസ്ഥ ആത്മീയ തലത്തിലുണ്ട്. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു അനുതാപമോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. പാപത്തിൽ കുറേ നാളിങ്ങനെ ആ ഒരു ജീവിതത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഒരു ആത്മീയ മരവിപ്പ് അനുഭവിക്കാൻ തുടങ്ങും. മനസാക്ഷി കുത്തുപോവാന്ന് പറയില്ല, അത് പോയി കിട്ടും. പിന്നെ ഒരു ദൈവികമായ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റണതില്ല, ഒരു അനുതാപം പോലും കിട്ടില്ല. ചിലപ്പോൾ കാണാറുണ്ട് ധ്യാനത്തിൻ്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഈ ഓരോ വചനത്തിലൂടെ കൗൺസിലിങ്ങിലൂടെ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. പക്ഷെ ഓർമ്മിപ്പിക്കുമ്പോഴും പാപങ്ങളെ പറ്റി ഓർമ്മ വരും, പക്ഷെ ഒരു അനുതാപം തോന്നുന്നില്ല, അനുതാപം നഷ്ടപ്പെട്ടു, അനുദപിക്കാൻ കൃപ നഷ്ടപ്പെട്ടു. ആത്മീയമായൊരു സംവേദനക്ഷമത എന്ന് പറയും, അത് സ്പിരിച്വൽ ഇൻസെൻസിവിറ്റി എന്ന് പറയും, അത് നഷ്ടപ്പെട്ടു പോയി. കുഷ്ഠരോഗം പോലെ പാപങ്ങൾ അറിയാം, പക്ഷെ അനുദപിക്കാൻ പറ്റുന്നില്ല. ദൈവികമായ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഒരു വചനം കേൾക്കുമ്പോൾ സാധാരണ ഒരു അനുതാപം ഉണ്ടാവുന്നതാണ്, പക്ഷേ ഒരു അനുതാപം കിട്ടുന്നില്ല. എന്താ സംഭവം? പാപം ഒരു ആത്മീയ മരവിപ്പിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇസ്രായേലിലെ ആദ്യത്തെ 2 രാജാക്കന്മാരാണ് സാവൂളിന് ശേഷം വന്ന രാജാവാണ് ദാവീദ്. സാവൂളും ദാവീദും രണ്ടുപേരും അവരുടെ ജീവിതം പരിശോധിച്ച് ഒരുപോലെ പാപം ചെയ്തവരാണ്. സൗൾ പാപം ചെയ്തു, അവൻ ദൈവത്തെ ധിക്കരിച്ചു. കർത്താവിന്റെ പ്രാധാന്യം, കർത്താവ് തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ്. കഴുതയെ നോക്കി നടന്നവനെ കർത്താവ് പിടിച്ച് രാജാവാക്കി വിജയം കൊടുത്ത് അനുഗ്രഹിച്ചു. വിജയത്തിന്റെ ഉന്നതിയിലെത്തിയപ്പോൾ ദൈവത്തെ മറന്നുപോയി, കർത്താവിനെ ഉപേക്ഷിച്ചു, കർത്താവിനെ മറന്നുപോയി. ഇതുപോലെ തന്നെ പാപം ദാവീദും ചെയ്തു. ആടിനെ നോക്കി നടന്നവനെ പിടിച്ച് രാജാവാക്കി. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ വിജയങ്ങൾ തുടർച്ചയായി വരാൻ തുടങ്ങിയപ്പോൾ ദൈവിക കൽപ്പനകളെ മറന്നു. ബേത്ശെബയുമായി ഒരുമിച്ച് പാപം ചെയ്തു. അത് മറച്ചു വയ്ക്കാൻ അവളുടെ ഭർത്താവിന് ഊറിയായി കൊന്നുകളഞ്ഞു. ഒരുപോലെ പാപം ചെയ്തവരാണ്. പക്ഷേ ദാവീദിനെ സംബന്ധിച്ച് അവൻ അനുദപിക്കാൻ പറ്റി, പെട്ടെന്ന് അനുദപിക്കാൻ പറ്റി. പാപം തിരിച്ചറിഞ്ഞു പെട്ടെന്ന് അനുദപിച്ചു. അങ്ങനെ അനുദപിച്ചുകൊണ്ട് പാടിയ പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനമായി നമ്മൾ ചൊല്ലുന്നത്. അവൻ അനുദപിച്ച ദാവീദിനെ പറ്റി വചനം പറയുന്നത് എന്താണ്? കർത്താവ് എന്താ പറയണത്? എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, സാവൂളിനും ഇതുപോലെ അനുദപിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അനുദപിക്കാൻ പറ്റാത്ത വിധം അവൻ്റെ മനസ്സടഞ്ഞുപോയി, അനുദപിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പരിപൂർണമായി അവൻ തിരസ്കൃതനായിട്ട് മാറി. ഹല്ലേലൂയ, യേശുവേ ആരാധന. പാപം ഒരു ആത്മീയമായ മരവിപ്പിലേക്ക് ഒരു ദൈവമകളെ കൂട്ടിക്കൊണ്ടുപോകും. ആത്മീയമായൊരു മരവിപ്പിലേക്ക്, ഒന്നും കണ്ടാലും ഒന്നും കേട്ടാലും മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്ക് ഒരു ദൈവ പൈതലിനെ കൂട്ടിക്കൊണ്ടുപോകും. 3-ാമത്തെ ഒരു ആത്മീയമായ വ്യാഖ്യാനമാണ് കുഷ്ഠരോഗം. അത് അശുദ്ധിയാണ്. അശുദ്ധി ബാധിച്ചവൻ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം. അവർ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനോ പ്രാർത്ഥിക്കാനൊന്നും സാധ്യമല്ല. ജെറുസലേം ദേവാലയത്തിലേക്ക് അവന് പ്രവേശനമില്ല. അവൻ നടക്കുമ്പോൾ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു മണിയടിച്ച് ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ മാറി നിൽക്കും. അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്കൊന്ന് വരാനായിട്ട് ഈ കുഷ്ഠരോഗിക്ക് അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് പാപം ഒരുവനെ മനുഷ്യരിൽ നകറ്റും, ഒരുവനെ ദൈവത്തിൽ നകറ്റും. പാപം ഉള്ളിലേക്ക് കയറി അനുദപിക്കാൻ മറന്നുപോയി, കുമ്പസാരിക്കാൻ മറന്നുപോയി, കുമ്പസാര നീട്ടിവെച്ചു. പതുക്കെ എന്താ സംഭവിക്കണത്? കുടുംബത്തിൽ അകലാൻ വേണ്ടി തുടങ്ങും, ജീവിത പങ്കാളിൽ അകലാൻ വേണ്ടി ആരംഭിക്കും, മക്കളിൽ അകലാൻ വേണ്ടി ആരംഭിക്കും, സഹോദരങ്ങൾ അകലാൻ വേണ്ടി ആരംഭിക്കും, മാതാപിതാക്കന്മാർ അകലാൻ വേണ്ടി ആരംഭിക്കും. ഇതിനുള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്നും ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ പറ്റില്ല. ജീവിത പങ്കാളി കണ്ണീരിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ മക്കളുടെ കണ്ണീരിന് അർത്ഥം മനസ്സിലാക്കാൻ പറ്റണതില്ല, അപ്പൻ്റെ കണ്ണീര്, അമ്മയുടെ കണ്ണീര്, ഇതൊന്നും മനസ്സിലാക്കാൻ പാപം കണ്ണുകളെ അടച്ചു കളഞ്ഞാൽ പിന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒരു പ്രത്യേകമായൊരു ആത്മീയ അവസ്ഥയിലേക്ക്, മാനസിക അവസ്ഥയിലേക്ക് മാറും. ഈ ബന്ധങ്ങളിൽ നിന്ന് വേർപിരിയും, ദൈവമായുള്ള ബന്ധത്തിൽ വേർപിരിയും, അതുപോലെ കുടുംബമായുള്ള ബന്ധം മാറിപ്പോ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും പേടിയോടെ പോയി നോക്കും. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പേടി. എല്ലാ സമൂഹം ഒരുമിച്ച് കൂടുന്ന പള്ളിയിലേക്ക് വരാനായിട്ട് ഒരു പേടി, അത് മാറി നിൽക്കും. കൂട്ടായ്മകൾ മാറി നിൽക്കും, പേടിയാണ്. പക്ഷേ വീട്ടിൽ കുടുംബസമ്മേളനം വരുമ്പോൾ ചിലപ്പോൾ ആ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ബന്ധുക്കൾ ആരെങ്കിലൊക്കെ വരും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചിലപ്പോൾ വീട്ടിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ മുറിയിൽ നിന്ന് പുറത്ത് കിടക്കും. കാരണം ഉള്ളിലൊരു പാപമുണ്ട്. പാപം ഒരുവളെ ഒറ്റപ്പെടുന്നു, വേറെ ആരും ഒറ്റപ്പെടുന്നതല്ല. പാപം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച്, അവളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അവളൊരു ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ മാറിപ്പോകും. അതേപ്പറ്റിയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 17:11 വചനം പറയുന്നത്. ജ്ഞാനം 17:11, തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്, അത് തന്നെ ശിക്ഷിക്കുന്നു. മനസ്സിലുള്ള പേടിയുടെ സമ്മർദ്ദത്തിൽ അത് തന്നെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്, അത് തന്നെ ശിക്ഷിക്കുന്നു. മനസ്സിന്റെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. കുഷ്ഠരോഗത്തിന് മറ്റൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്, അത് മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് സുഖപ്പെടുത്തുക അസാധ്യമാണ്. ഈശോയുടെ കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഒരു വൈദ്യനും ഒരു മരുന്നിനും ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുക അസാധ്യമായ കാര്യമാണ്, അസാധ്യമായ കാര്യം. പാപം അതുപോലെയാണ്. നമ്മൾ എന്തുമാത്രം പരിശ്രമിച്ചാലും അതിൽ കയറിപ്പോരുക എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ എവിടെയാണ് ഒരു ആശ്രയം ഉള്ളത്? വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 7:19 ഇങ്ങനെ പറയും, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കണത്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിച്ചു പോകണത്. മരണത്തിന് അധീനനായ മനുഷ്യനാണ് ഞാൻ, ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിന് ആരെന്നെ മോചിപ്പിക്കും? കൃത്യമായ ഉത്തരം പിന്നെ പറയും. പൗലോസ് പറയും, നമ്മുടെ കർത്താവിന് മാത്രമേ ഈ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ സാധിക്കും. ജീസസ് alone can break the bondage of sin. ഈശോയ്ക്ക് മാത്രമേ ഈ പാപത്തിന്റെ തടവറയിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അതുകൊണ്ടാണ് തളവാതി രോഗി ഏതാനും പേര് കിടക്കയോടെ കർത്താവിന് മുമ്പിലേക്ക് താഴോട്ട് ഇറക്കുമ്പോൾ കർത്താവ് പറയും, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പലരും പറയും, ഇവനെങ്ങനെ പാപം ക്ഷമിക്കാൻ പറ്റണത്? ഇവൻ നമുക്കറിയാവുന്നതല്ലേ, ഇവൻ്റെ വീട്ടുകാർ നമുക്കറിയാവുന്നതല്ലേ, ഇവനെങ്ങനെ പാപം ക്ഷമിക്കാൻ പറ്റണത്? അപ്പോൾ ഈശോ അങ്ങനെ പറയും, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കി വേണ്ടി നടക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. വിശുദ്ധ മത്തായി സുവിശേഷം 1:21 അവിടെ ഗബ്രിയേൽ മാലാഖ ഔസേപിതാവിന്റെ പക്കൽ വന്ന് ദൂത് കൊടുക്കുന്ന രംഗം. ഔസേപിതാവോട് ഇങ്ങനെ പറയും, കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിപ്പിക്കും. എന്നൊരുമിച്ച് പറയാവൂ, കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഈശോ ജനിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടി ഈശോ ജനിക്കണത്? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്, ഒരു കുഞ്ഞായി ജനിച്ചത്, കർത്താവ് മനുഷ്യരൂപമെടുത്തത്, ദൈവമക്കളെ അവരുടെ പാപത്തിൽ നിന്ന്, പാപത്തിൽ തടവറയിൽ സംഗതിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:43 കർത്താവ് ഒരു ഫരിസേയന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി കർത്താവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് സുഗന്ധതൈലം കർത്താവിന്റെ പാദങ്ങളിൽ പൂശും. ആ സമയത്ത് കർത്താവ് പറയും, മകളെ നിന്റെ
പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പലരും ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. പാപങ്ങൾ ക്ഷമിക്കാൻ ആർക്കും സാധിക്കുക, ദൈവത്തിന് മാത്രം പറ്റുന്ന കാര്യമല്ലേ. കർത്താവ് സ്ഥിരീകരിക്കും, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവപുത്രൻ അധികാരമുണ്ട്. മകളിതിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. സമാധാനത്തോടെ പോവുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കറയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് സാധ്യമാക്കിയത് അവിടുത്തെ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെയാണ് കർത്താവ് നമ്മുടെ പാപമോചനം സാധ്യമാക്കിയത്.